വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സോ മൈസെൽഫ് സച്ചിൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ നമ്പർ A7B4 ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് A and B, both 7 and 4. Then which of the following is possible value of A and B? ഇതും ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എയുടെയും ബിയുടെയും വാല്യൂ വേണം. ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്, ഏത് കിട്ടുമെന്ന് നോക്കുക. പക്ഷേ ഇത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ഇതിനെ വേറൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ A7B4, ഓക്കെ, അതായത് 4 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലാസ്റ്റിൽ വരുന്ന 2 ഡിജിറ്റും എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഈ ഓപ്ഷനിലേക്ക് നോക്കിയേ. ഓപ്ഷനിലേക്ക് നോക്കുന്ന ടൈമിൽ ഇവിടെ രണ്ടിടത്തും 5 ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? 5 കൊടുത്തു. 54 4 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. 54 4 വെച്ചല്ല. കാരണം 56 4 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷേ 54 4 വെച്ച് ഡിവിസിബിൾ അല്ല. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഓപ്ഷൻ A ആൻഡ് B എന്ത് ചെയ്യാം? നമ്മൾ അങ്ങ് എലിമിനേറ്റ് ചെയ്തു. കാരണം 5 ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ബിക്ക്, പക്ഷേ 6 ഇട്ട് കൊടുത്താൽ കിട്ടും. ദാറ്റ് മീൻസ് ഇനി ഓപ്ഷൻ സിയും ഡിയും മാത്രം നോക്കിയാൽ മതി, അല്ലേ? ഓപ്ഷൻ സിയും ഡിയും മാത്രം നോക്കിയാൽ മതി. സോ എനിക്ക് മനസ്സിലായി, എൻ്റെ ബി എന്താണെന്ന് മനസ്സിലായി. ഓപ്ഷനിൽ നിന്ന് 6 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്തു? ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് A7 6 4 എന്ന് അങ്ങ് കൊടുത്തു, അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ എക്ക് 1 കൊടുക്കുക, അല്ലെങ്കിൽ എക്ക് 2 കൊടുക്കുക. ഞാൻ എക്ക് 1 കൊടുത്തു. 1764. ഓക്കെ, 1764. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 7 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലേ? ഞാൻ എന്ത് ചെയ്താൽ മതി? 7 വെച്ച് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എനിക്ക് ആൻസർ കിട്ടും. സോ 1764 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. 7 2s are 14, 36. 7 5s are 35. Yes, 14. 7 2s are 14. 0, അല്ലേ? യെസ്, ഞാൻ എക്ക് 1 കൊടുത്തപ്പം അത് 7 വെച്ചും ഡിവിസിബിൾ ആയി. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1,6. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആദ്യം നമ്മൾ 4ന്റെ ഡിവിസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ പോയപ്പോൾ ഇവിടെ B4 ആയിരുന്നു. ബിക്ക് ഞാൻ 6 കൊടുത്തു, അല്ലേ? ബിക്ക് ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഓപ്ഷനിൽ 2 5 ഉണ്ടായിരുന്നു, അത് ഞാൻ 2 5 ആണ് കൊടുത്തു നോക്കിയത്. 5 കൊടുത്തു, അപ്പോൾ എനിക്ക് 5 54 കിട്ടി. പക്ഷേ 54നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 5 അല്ലെന്ന് മനസ്സിലായി. ഓപ്ഷൻ A ആൻഡ് B ഞാൻ ഒമിറ്റ് ചെയ്തു. ഇനി ഓപ്ഷൻ C ആൻഡ് D നോക്കുക. C ആൻഡ് Dയിൽ 6 ആണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്തു? ബിക്ക് 6 കൊടുത്തു. B 6 ആണ്. ഇനി B നോക്കേണ്ട ആവശ്യമില്ല. B തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. B 6 കൊടുത്തു. ഇനി A764. ഇനി എക്ക് ഞാൻ വാല്യൂ കൊടുക്കണം. എക്ക് എനിക്ക് 1 കൊടുക്കാം, അല്ലെങ്കിൽ എക്ക് 2 കൊടുക്കാം. ഞാൻ 1 കൊടുത്തു. ആദ്യം 1 കൊടുത്തിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കി. ഓക്കെ, 1 കൊടുത്ത് ഞാൻ ഡിവൈഡ് ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി? കംപ്ലീറ്റ്ലി ഡിവൈഡ്, അല്ലേ? റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിയാൽ 1764നെ എനിക്ക് ആര് വെച്ച് ഡിവൈഡ് ചെയ്യാം? 7 വെച്ച് ഡിവിസിബിൾ ആണ്. 1764 ഈസ് ഡിവിസിബിൾ ബൈ 7. സോ ആൻസർ ഈസ് 252 ആണ് കിട്ടിയത്. സോ ആൻസർ A ആൻഡ് B എന്താണ്? 1 and 6. A is 1 and B is 6. So yes, option C is the answer. Option C ആണ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓപ്ഷനിൽ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഉപകാരമായി. ജസ്റ്റ് ആ വാല്യൂസ് എടുത്തിട്ട് കൊടുക്കുക. ഇപ്പോൾ A+B A×B എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് A ആൻഡ് B എന്താണെന്ന് ചോദിച്ചു, A ആൻഡ് B ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുന്നു, കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. 7 4A 3 4B. 7 4A 3 4B. 7 4A 3 4B is divisible by 9. A and B are distinct digits. Then what is the minimum possible value of A plus B? Minimum ആണ്, minimum. മാക്സിമം അല്ല, മിനിമം പോസിബിൾ വാല്യൂ ഓഫ് A plus B. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിസിബിലിറ്റി ബൈ 9 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? സം ഓഫ് നമ്പേഴ്സ് എടുക്കുന്നു. 7 + 4 + A + 3 + 4 + B ആഡ് ചെയ്യുന്നു. 7 + 4 11, 14 18. 18 + A plus B. ഓക്കെ, എനിക്ക് ഇതിനെ 9ന്റെ മൾട്ടിപ്പിൾ ആക്കണം. 9ന്റെ മൾട്ടിപ്പിൾ ആക്കാൻ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? യെസ്, 9
18, 27 മിനിമം മതി, അതുകൊണ്ട് ഞാൻ 27 നിർത്തി. സോ 18 പ്ലസ് എ പ്ലസ് ബി, 18 ഓൾറെഡി മൾട്ടിപ്പിൾ ആണ്, ഇനി എനിക്ക് എ പ്ലസ് ബി വേണം. ഇവിടെ ഓപ്ഷനിൽ ഒരു 0 ഉണ്ട്, അതായത് ഞാൻ എക്കും ബിക്കും 0 കൊടുത്തു. പക്ഷെ എനിക്ക് എക്കും ബിക്കും 0 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് എ ആൻഡ് ബി ആർ ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ്സ്. എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതായത് എനിക്ക് എക്കും ബിക്കും സെയിം നമ്പർ കൊടുക്കാൻ പറ്റില്ല. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ്. സോ അപ്പം ഞാൻ എന്ത് ചെയ്യണം? എക്കും ബിക്കും സെപ്പറേറ്റ് നമ്പർ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഏറ്റവും ചെറിയ വാല്യൂ 0 കൊടുത്തു. എനിക്കിതിന് 27 ആക്കണ്ടേ? അപ്പം ഞാൻ എന്ത് ചെയ്തു? 9 കൊടുത്തു. സോ എ പ്ലസ് ബി എനിക്ക് എത്രയാണ് കിട്ടുക? എ പ്ലസ് ബി ഈസ് എന്തായാലും 9 കിട്ടൂ. എ പ്ലസ് ബി എനിക്കിനി എന്താക്കണം? 9 ആഡ് ചെയ്താലേ 27 കിട്ടുകയുള്ളൂ. എനിക്ക് 27 ആണ് അടുത്ത കിട്ടേണ്ടത്. 0 പറ്റത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ 0 പറ്റില്ലെങ്കിൽ അടുത്ത നമ്പർ നോക്കുക. അടുത്ത നമ്പർ ഏതായിരുന്നു? 9ന്റെ മൾട്ടിപ്പിൾ 27. 27 ആക്കണമെങ്കിൽ എ പ്ലസ് ബി എത്ര ആയേ പറ്റുള്ളൂ? 9 ആയേ പറ്റുള്ളൂ. സോ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിൽ എന്തുണ്ട്? 9 ഉണ്ട് അല്ലേ? ഓപ്ഷൻ ബിയിൽ 9 ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 9. ഓക്കെ, യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകാം. ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 500 ആർ ഡിവിസിബിൾ ബൈ? യെസ്, 2, 5, 6, 8, 10 or 12. Okay, how many numbers from 1 to 500 are divisible by these numbers? ആദ്യം നമുക്ക് 10 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ളതിനെ എല്ലാം അങ്ങ് എഴുതാം. ഓക്കെ, 1 തൊട്ട് 500 വരെ 250 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അതായത് 250 നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ എന്താണ്? 2. 250 നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. 250 നമ്പേഴ്സ്. ഓക്കെ, 1 തൊട്ട് 500 വരെ 200 നമ്പേഴ്സ്, 250 നമ്പേഴ്സ് 2 വെച്ച് ഡിവിസിബിൾ ആണ്. സോ അത് നമുക്ക് കിട്ടി. 2 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള 250 നമ്പേഴ്സ് കിട്ടി. ഓക്കെ, അതായത് ഇനി നമ്മൾ 10 നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇനി 8 നോക്കേണ്ട ആവശ്യമില്ല, 10 നോക്കേണ്ട ആവശ്യമില്ല, 6 നോക്കേണ്ട ആവശ്യമില്ല, 12 നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം 2 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും, 2 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും അതെവിടെ വരും? 6ന്റെ നമ്പർ എടുക്കുക. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? 6 എടുക്കുന്നു. 6 ഓൾറെഡി ഈ 250-ക്കകത്തില്ലേ? പിന്നെ ഞാൻ വീണ്ടും 6ന്റെ നമ്പർ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അടുത്ത ഞാൻ 12 എടുക്കുന്നു. 12 2ന്റെ ഈ 250-ക്കകത്തില്ലേ 12? പിന്നെ ഞാൻ 6-നകത്തിൽ 12 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നു, 2ന്റെ എഴുതുന്നു, 5ന്റെ എഴുതുന്നു, 6ന്റെ എഴുതുന്നു, 8ന്റെ എഴുതുന്നു. അങ്ങനെ എഴുതി കളയുന്ന കുട്ടികളുണ്ട്, ലിറ്ററലി ഉണ്ട്. ഒരു ഇത്ര ശതമാനം കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം അവർക്ക് പെട്ടെന്ന് ആ ഒരു ലോജിക്ക് സ്ട്രൈക്ക് ചെയ്യണം എന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇനി എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, 6 വെച്ച് വരുന്ന നമ്പേഴ്സ് എല്ലാം ഈ 2ന്റെ അണ്ടറിൽ വരുന്നുണ്ട്. 8 വെച്ച് വരുന്ന നമ്പർ എല്ലാം ഈ 2ന്റെ അണ്ടറിൽ വരുന്നുണ്ട്. 10 വെച്ച് വരുന്നു. ഇപ്പൊ 10 എടുക്കുന്നു. 2 വെച്ച് ഡിവിസിബിൾ അല്ലേ? 2ൽ വന്നില്ലേ അത്? പിന്നെയും നമ്മൾ 10 എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞത് എനി ഓഫ് ദ നമ്പർ 2 വെച്ച് എന്തായാലും ഡിവൈഡ് ചെയ്യാം. പിന്നെ നമ്മൾ 10 വെച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ നമ്പർ ഞാൻ ഓൾറെഡി എടുത്ത് മാറ്റി. ഇനി ആ നമ്പർ ഇല്ല അവിടെ. ഓക്കെ, സോ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും 250 നമ്പർ. അതുകൊണ്ട് എന്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈ വരുന്ന ഒന്നും ഇനി നോക്കേണ്ട ആവശ്യം ഇല്ല. ഇനി 5ന്റെ നമ്പേഴ്സ് മാത്രം നോക്കുക. 5ന്റെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും 500 വരെ? 5ന്റെ 100 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 5ന്റെ 100 നമ്പേഴ്സ്. പക്ഷെ ആ പ്രശ്നമുണ്ട്, ആ 100ൽ പകുതിയും 10 വെച്ചും ഡിവിസിബിൾ ആണ്. അതെ അല്ലേ? 5ൽ 500 വരെ എത്ര ഉണ്ട്? 5 × 100 ആണ് 500. അതായത് 5 വെച്ച് ഡിവിസിബിൾ ആയ 100 നമ്പേഴ്സ് അവിടെ ഉണ്ട്. പക്ഷെ ആ 100ൽ പകുതി നമ്പേഴ്സും 10 വെച്ച് ഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് ആ 100ൽ പകുതി നമ്പറും 2 വെച്ച് ഡിവിസിബിൾ ആണ്. അതെവിടെ ഉണ്ട്? 250 ഇനി എന്തെടുത്താൽ മതി? 5 വെച്ച് ഡിവിസിബിൾ ആകുന്ന എത്ര നമ്പറേ ഉള്ളൂ നമുക്കിനി? യുണീക്കായിട്ട് 50 നമ്പേഴ്സേ ഉള്ളൂ. സോ ആൻസർ ഈസ് 250 + 50 300. ഓപ്ഷൻ സി ആണ് ആൻസർ, 300. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, 2, 5, 6, 8, 10 or 12. ഓക്കെ,
1 തൊട്ട് 500 വരെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എത്ര നമ്പേഴ്സ് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ഡിവിസിബിൾ ആണ്, ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവിസിബിൾ ആണെന്നാണ് ചോദ്യം. സോ ഞാൻ 2 വെച്ചെടുത്ത് കഴിഞ്ഞാൽ 1 തൊട്ട് 500 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 250 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. 250 ഈവൻ നമ്പേഴ്സ്. സോ 250 ഈവൻ നമ്പേഴ്സും 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കുമല്ലോ. സോ 250. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 6ന്റെ നമ്പർ എടുക്കുന്നു. 6 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഏത് നമ്പർ എടുത്താലും അത് ഈ 250-ക്കകത്തുണ്ട് അല്ലേ? 6 എടുത്താലും 12 എടുത്താലും 48 എടുത്താലും 144 എടുത്താലും 240 എടുത്താലും അത് ഓൾറെഡി ഞാൻ ഈ 2വിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് എനിക്ക് 6ന്റെ ഇനി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ 8ന്റെ ഏത് നമ്പർ എടുത്താലും അത് ഈ 250-ക്കകത്തുണ്ട്. ഇപ്പം ഞാൻ 16 എടുക്കുന്നു. 16 ഞാൻ ഓൾറെഡി 2വിൽ എടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് 16 ബാക്കിയുണ്ടോ? എടുക്കണ്ട, അത് പോയി. അതുപോലെ 10ന്റെ ഏത് നമ്പർ എടുത്തോ? 100 എടുത്തോ, 50 എടുത്തോ, 60 എടുത്തോ, 70 എടുത്തോ, ഏതെടുത്താലും അതെല്ലാം ഈ 250-ക്കകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്തത് 12 വേണോ? വേണ്ട. 12, 24, 36, 48, 60, 72 അല്ലേ? അല്ലെങ്കിൽ 144 എന്ത് ചെയ്യുന്നു? 156. ഈ നമ്പേഴ്സ് എല്ലാം ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. ഈവൻ നമ്പേഴ്സ് ആണ്. ഇവരുടെ എല്ലാം മൾട്ടിപ്പിൾസ് ഈവൻ നമ്പേഴ്സ് ആണ്, ഓൾറെഡി ഞാൻ എടുത്തു. അതുകൊണ്ട് ഇനി ഇവരെ വീണ്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി 5ലേക്ക് വരാം. 5ലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര 5 ഉണ്ട്? 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 5ന്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്ന 100 നമ്പേഴ്സ് ഉണ്ട്. 1 to 500 എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 നമ്പേഴ്സ്. ഈ 100 നമ്പേഴ്സിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ 5, 10, 15, 20, 25, 30. സോ നോക്കിയേ, ഈ നമ്പേഴ്സ് എന്താണ്? ഈവൻ ആണ് അല്ലേ? ആ നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു. അതായത് ഈ 100 എണ്ണത്തിൽ 50 എണ്ണം ഈവനും 50 എണ്ണം ഓടുവാണ്. 50 എണ്ണം ഈവനും 50 എണ്ണം ഓടുവാണ്. ഈവൻ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈവൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയും ഇല്ല. ഈ ഈവൻ ഞാൻ ഇനിയും എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഞാൻ ആരെ മാത്രം എടുത്താൽ മതി? ഓട് മാത്രം എടുത്താൽ മതി. സോ 250യുടെ കൂടെ 50 ഓഡ് നമ്പേഴ്സും കൂടെ വരും. സോ 250 + 50 ആൻസർ ഈസ് 300. സോ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 300 നമ്പേഴ്സ് ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. വെറുതെ പോയിരുന്ന് നമ്പർ ഇങ്ങനെ എഴുതി 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 സമയം കളയരുത്. ജസ്റ്റ് നോക്കുക. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2വിൽ ഓൾറെഡി നമ്മൾ ആ നമ്പർ എടുത്തു കഴിഞ്ഞു. പിന്നെയും 8ഉം 6ഉം 10ഉം 12ഉം ഒന്നും നോക്കുകയേ വേണ്ട. അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ തന്നേക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാം നമുക്ക് വേണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു ട്രിക്ക്. കുറേ കാര്യങ്ങൾ തരും ഒരു ക്വസ്റ്റ്യനിൽ, ഒരുപാട് സാധനങ്ങൾ തരും. എല്ലാം നമുക്ക് വേണോ? ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ആയിരിക്കും തരുന്നത്. നമ്മൾ ആ എക്സാമ്പിൾ വരെ എന്ത് ചെയ്യും? സോൾവ് ചെയ്യുമ്പോൾ എടുക്കും. അതിൻ്റെ ആവശ്യം ഉണ്ടോ നമുക്ക്? ഇല്ല. അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. യെസ്. നൗ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, if r and s are different integers, both divisible by 5, then which of the following is not necessarily true? ഇതിൽ ആരൊക്കെ ട്രൂ ആണ്? അല്ല, ഇത് ആരൊക്കെ ട്രൂ അല്ല എന്നാണ് ചോദ്യം. നോട്ട് നെസസറിലി ട്രൂ. സ്റ്റേറ്റ്മെന്റ് നോക്കാം. r minus s is divisible by 5, r plus s is divisible by 10, r into s is divisible by 25, r square into s square is divisible by 50. ഓക്കെ, സോ ഈ 4 ഓപ്ഷനിൽ എല്ലാ കേസിലും ശരി ആകാത്തതാര്? ചില കേസിൽ അത് ശരിയായിരിക്കും, പക്ഷേ ചില കേസിൽ അത് തെറ്റാണ്. ഓക്കെ, അതാണ് നോട്ട് നെസസറിലി ട്രൂ. അതായത് ഇതിനകത്തുള്ള 3 സ്റ്റേറ്റ്മെന്റ് എല്ലാ കേസിലും ട്രൂ ആണ്. 3 സ്റ്റേറ്റ്മെന്റ് എല്ലാ കേസിലും ട്രൂ ആണ്. അതല്ലാതെ വരുന്ന ഒരു എക്സ് ഫാക്ടറായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ദിവസം തീരുമ്പോൾ ക്വസ്റ്റ്യൻ തരാറുണ്ട്. ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരിക. വി വിൽ ബി ഡിസ്കസിങ് ആൻഡ് സൊല്യൂഷൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.